ഹലോ ഫ്രണ്ട്സ്, മഴത്തോരു മുൻപേ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബാലചന്ദ്രൻ വന്ന് കയറുമ്പോൾ വൈജയോട് ചോദിക്കുന്നുണ്ട് രോഹിത് എത്തിയോ എന്നുള്ള കാര്യം. അവൻ കുറെ നേരമായി വന്നിട്ട്. എവിടെ? മുകളിലേക്ക് പോയിട്ടുണ്ടെന്ന് പറയാണ്. അപ്പൊ നമ്മുടെ ബാലചന്ദ്രൻ മുകളിൽ ചെന്ന് രോഹിത്തിന്റെ റൂമിന് ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. രോഹിത് ആണെങ്കിൽ പേടിച്ച് വിറച്ചിട്ടാണ് ഡോർ തുറക്കാൻ വേണ്ടിയിട്ട് പോണതേ. അപ്പോൾ ബാലചന്ദ്രൻ, നീ എന്താ കിടക്കായിരുന്നോ? ഇല്ല, ഞാൻ മൊബൈലിൽ ഇങ്ങനെ എന്ന് പറയുന്നതും ബാലചന്ദ്രൻ അകത്ത് കയറി നോക്കുകയാണ്. മൊത്തം ഒന്ന് ചെക്ക് ചെയ്യാണ് കേട്ടോ. അപ്പോഴൊക്കെ നമ്മുടെ രോഹിത് എന്താ അച്ഛാ എന്നിങ്ങനെ ചോദിക്കുകയാണ്. നീ എന്താ ഇന്ന് കോളേജിൽ പോയില്ലേ? പോയച്ചാ. ഇന്നെന്താ വരാൻ ലേറ്റായേ? ഇന്നൊരു ഫുട്ബോൾ മാച്ച് ഉണ്ടായിരുന്നു, സെവൻസിന്റെ. അമ്മയോട് ഞാൻ പറഞ്ഞതായിരുന്നല്ലോ. അപ്പോൾ ബാലചന്ദ്രൻ കണ്ണാടയൊന്ന് ഇളക്കിയിട്ട് പറയുന്നുണ്ട്, രാത്രിയിലാണോ മാച്ച്? 7 മുതൽ 8 വരെ. എന്നിട്ട് ചോദിക്കും, നിന്റെ മുഖത്തെന്താ ഒരു പാട്? അപ്പോൾ രോഹിത് ആണെങ്കിൽ മുഖത്തൊക്കെ തൊട്ടിട്ട് പറയുന്നുണ്ട്, അത് പിന്നെ അച്ഛൻ കോളേജിൽ നിന്ന് ക്രിക്കറ്റ് കളിച്ചപ്പോഴേ പന്ത് കുറ്റിക്കാട്ടിൽ പോയി അതെടുക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങിയപ്പോൾ പറ്റിയതാ, മുള്ളു കോറിയതാ എന്ന് പറയാൻ കേട്ടോ. നീ കാണാപ്പാടം പഠിച്ചതുപോലെയാണല്ലോ പറയുന്നത്. അത് പിന്നെ എനിക്കറിയാവുന്നതല്ലേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ എന്നങ്ങനെ ചോദിച്ചത് നമ്മുടെ ബാലചന്ദ്രൻ ചോദിക്കും, ഇവിടെ അറിഞ്ഞ സംഭവങ്ങൾ വല്ലതും നീ അറിഞ്ഞോ? അറിഞ്ഞോച്ചാ. നീ എങ്ങനെ അറിഞ്ഞു? ഹരി വിളിച്ചപ്പോൾ പറഞ്ഞു. അവനെങ്ങനെയാ ഇതൊക്കെ അറിഞ്ഞത്? അത് പിന്നെ കമല ആന്റിയെ അമ്മ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നെന്ന് പറഞ്ഞു. അതറിഞ്ഞിട്ടും നീ നിന്റെ വീട്ടിലേക്ക് വന്നില്ല. അതിനെക്കുറിച്ച് എന്നോടോ അമ്മയോടോ വിളിച്ച് നീ ചോദിച്ചതുമില്ല. നിന്റെ വീടല്ലേ ഇത്, അതോ നീ വീട് തെറ്റിയെങ്ങാനും കയറിയതാണോ എന്നങ്ങ് ചോദിക്കാട്ടോ ബാലചന്ദ്രൻ. അപ്പൊ രോഹിത് പറയും, ഇവിടുത്തെ സർവന്റിന്റെ കാര്യമൊന്നും തുറക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല എന്ന് പറയുമ്പോഴേക്കും ബാലചന്ദ്രൻ അങ്ങ് ചൂടാവാണ് കേട്ടോ. ആ സർവന്റ് ഒരു പെൺകുട്ടിയാണെന്നും അവൾക്ക് എന്തെങ്കിലും പറ്റിയാൽ നിന്റെ അച്ഛനടക്കമുള്ള എല്ലാവരെയും അത് ബാധിക്കുമെന്നുള്ള കാര്യവും നിനക്ക് ബോധമില്ലേ? അപ്പോൾ നമ്മുടെ രോഹിത് ആകെ വിറച്ചുകൊണ്ടാണ് പറയുന്നത്, ഇവിടെ എന്ത് സംഭവിച്ചാലും അത് അച്ഛനും അമ്മയും കൂടെ സോൾവ് ചെയ്തോളും എന്ന് എനിക്കറിയാം. ഞാനെന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുന്നത് എന്നങ്ങ് ചോദിക്കുമ്പോൾ നമ്മുടെ ബാലചന്ദ്രൻ അടിമുടി ഒന്ന് നോക്കാൻ കേട്ടോ രോഹിത്തിനെ. അച്ഛനെന്താ ഒരു സംശയം പോലെ? അലീന തന്നെ പറഞ്ഞല്ലോ അവൾ വീണപ്പോൾ സംഭവിച്ചാണെന്ന്. പിന്നെന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ അങ്ങ് ഇറങ്ങി പോവാണ് കേട്ടോ. പോകും വഴി ഒന്നുകൂടി നമ്മുടെ രോഹിത്തിനെ നോക്കുകയാണ്. അത് കഴിയുമ്പോഴേക്കും രോഹിത് വേഗം വാതിൽ കുറ്റിയിട്ട് ആകെ പേടിച്ചരണ്ടിരിക്കുന്നു പോവാണ് കേട്ടോ. അതിനുശേഷം നമ്മുടെ രോഹിത് സ്വപ്നമൊക്കെ കാണുന്നുണ്ട്. നമ്മുടെ അലീന വന്നിട്ട് രോഹിത്തിന്റെ അടുത്ത് നിന്ന് തന്നെ വയറിന് കത്രിക കണ്ട് കുത്തുന്നത്, വീണ്ടും വീണ്ടും അലറിയിട്ട് കുത്തുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. മൊത്തത്തിലൊരു ഭ്രാന്തനെ പോലെ ആയിട്ടുണ്ട് രോഹിത്.